ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ചെറിയൊരു കോൾഡിൻ്റെയും ത്രോട്ട് പെയിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ സുഖമായിട്ട് വരും. അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സാരി ഉടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്തോ ഒരു വ്ളോഗ് സാരി ആയിട്ട് റിലേറ്റഡ്. ഓൾറെഡി 2 സാരി വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയും സാരിയായിട്ട് റിലേറ്റഡ് ആണ്. കാരണം ഞാൻ ആദ്യം എൻ്റെ വാർഡ്രോബ് ടൂറായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി അതിനകത്ത് കുറേ സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതായത് കുറേ സാരികളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറേ കുർത്ത ഹാളിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കാണിക്കാത്ത എൻ്റെ കുറച്ചുകൂടെ സാരികളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം സാരി വ്ലോഗ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാരികൾ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിന് കുറച്ച് സ്റ്റോറീസ് ഉള്ള സാരികളായിരിക്കും. ഒന്നെങ്കിൽ എനിക്ക് വല്ല ഗിഫ്റ്റും കിട്ടിയ സാരി ആയിരിക്കും, അശ്വിൻ എനിക്ക് വാങ്ങിച്ചു തന്ന സാരികൾ, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ഇൻലോസ് വാങ്ങിച്ചു തന്നത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറിയുള്ള സാരികളാണ് ഞാൻ അന്നത്തെ എൻ്റെ ആദ്യത്തെ സാരി വ്ലോഗിൽ കാണിച്ചത്. രണ്ടാമത്തെ സാരി വ്ലോഗ് ഇവിടുത്തെ, അത് എൻ്റെതായിരുന്നില്ല, ഇവിടുത്തെ അമ്മയുടെയും അമ്മാമ്മയുടെയൊക്കെ വിൻറ്റേജ് സാരികളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യിച്ചത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ തന്നെ സാരികൾ എല്ലാം അഫോർഡബിൾ റേറ്റിലുള്ള എൻ്റെ കൂടുതലും കോട്ടൺ സാരികളൊക്കെയാണ്. നമ്മൾ നാട്ടിലോ അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ വാങ്ങിച്ച കുറച്ച് സാരികളുണ്ട് എൻ്റെ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ സാരികൾ കഴിഞ്ഞു കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് സാരിയൊന്നുമില്ല. ഞാനിങ്ങനെ സാരി കളക്ഷൻസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ നിങ്ങളെല്ലാവരും കാണിച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാത്ത കുറച്ച് സാരികൾ അതിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഉടുത്ത ഈ സാരി ഇവിടുത്തെ അമ്മയുടെ സാരിയാണ് കേട്ടോ. എനിക്ക് ഇതുപോലത്തെ കോട്ടൺ സാരികൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും കോട്ടൺ ഉടുക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടുത്തെ അമ്മയൊക്കെ ആണെങ്കിലും സാരി ഉടുക്കുന്നതേ കുറവാണ്. കൂടുതലും കുർത്ത അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് പുറത്തൊക്കെ പോവുക. പിന്നെ സാരി ഉടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ കൂടുതലും സിൽക്ക് സാരിയും കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രിഫർ ചെയ്യുക. അപ്പം ഇതുപോലത്തെ കുറേ പഴയ കോട്ടൺ സാരികളൊക്കെ അവരെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും മാറ്റി വെക്കേണ്ടതല്ല, അതൊക്കെ എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പം യൂസ് ചെയ്യുന്ന ഒരാൾ ഞാനാണ്. ഇതിൻ്റെ ബ്ലൗസ് അത് വേറൊരു ബ്ലൗസാണ്. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഈ ബ്ലൗസും അമ്മയുടെ തന്നെയാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി ഫ്ലോറിലൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് മാച്ച് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ, പക്ഷേ കണ്ടോ എൻ്റെ സൈസ് അല്ലാത്തതുകൊണ്ട് കൈയും കുറച്ച് ലൂസ് ഉണ്ട്, പിന്നെ ലെങ്ത്തും കൂടുതലുണ്ട്. എന്നാലും ഞാനിതങ്ങ് മാനേജ് ചെയ്യുന്നു. കൺമണി ഒരു ഹായ് പറയുക. ഹായ് പറ. ഹായ് ഹായ്. കൺമണിക്ക് സുഖമാണോ? കൺമണി കുക്കിംഗ് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നു. വാ പറയൂ. കൺമണിക്ക് കുക്കിംഗ് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ആ, കൺമണി നന്നായിട്ട് കുക്ക് ചെയ്യുന്നെന്ന് എല്ലാവരും പറയുന്നു. ആ അല്ലേ, കൺമണിനെ കാണുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തട്ടെ. താങ്ക് യു പറ. ആ, കൺമണിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. കൺമണിക്ക് കുറേ ഫാൻസ് ഒക്കെ ഉണ്ട്. മമ്മയ്ക്ക് ആരും ഫാൻസ് ഇല്ല, കൺമണിക്കാണ് ഫാൻസ് ഒക്കെ ഉള്ളത്. കൺമണിയാണോ മമ്മയുടെ ഫാൻ? താങ്ക് യു. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട. കൺമണി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലേറ്റ് ആവും. കാരണം അവൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇത് മാരേജിന് വേണ്ട. മാരേജിന് നമുക്ക് വേറെ സാരി കൊടുക്കാം. അത് ഇതല്ല മോനെ, അത് വേറെ സാരി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ഞാൻ റിസപ്ഷൻ കൊടുത്ത സാരി, അതായത് ആദ്യം കൊടുത്തത് ഞാനൊരു നമ്മുടെ നാട്ടിലെ കേരള സ്റ്റൈൽ സാരിയായിരുന്നു. അത് ഞാൻ വാങ്ങിച്ചത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ എടുത്ത സാരി കൂടുതലും വീഡിയോസിൽ കണ്ടില്ലെന്ന് കുറേ പേര് കമൻറ്റിലുണ്ടായിരുന്നു. മൂന്നാമത്തെ സാരി കണ്ടു, രണ്ടാമത്തെ സാരി ആരും അധികം കണ്ടില്ലെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു സാരി കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആ രണ്ടാമത്തെ ഫംഗ്ഷൻ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള അവസരം കുറവായിരുന്നു. കാരണം ഞാനിങ്ങനെ ആ ഒരു ഫംഗ്ഷൻ വല്ലാണ്ട് എൻജോയ് ചെയ്യായിരുന്നു. എവിടെയുണ്ട് പോയി നോക്ക്. അവിടെ ഉണ്ട്, അവിടെ പുറത്തുണ്ട്. അപ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞ് റിസപ്ഷൻ്റെ ടൈം ആയപ്പോഴേക്കും ഞാനിങ്ങനെ ആ ഒരു ഫംഗ്ഷൻ വല്ലാണ്ട് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ആ ഒരു സമയത്ത് എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തരൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എടുത്ത വീഡിയോസാണ് വ്ളോഗിൽ വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ എടുക്കാനൊന്നും ആരും അങ്ങ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ആ ഒരു സാരിയുടെ കൂടുതൽ ക്ലിപ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാണ്ട് പോയത്. അതുകൊണ്ട് ആ വിഷമം ഞാൻ ഇപ്പം തീർക്കുകയാണ്. ഞാൻ ആദ്യം ആ ഒരു സാരീനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ആ സാരിയുടെ ഒരു കളറിലും കുറേ പേര് അത് ഏതാ കളർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ക്ലിയർ ആയിട്ട് വന്നില്ലെന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം.
അപ്പം ഇതാണ് കേട്ടോ ഞാൻ റിസപ്ഷൻ കൊടുത്ത സാരി. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ലാവൻഡർ ഷെയ്ഡാണ്. ഞാൻ ബ്ലൗസിൻ്റെ നെക്ക് ഇതുപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. സാരി കാണിച്ചു തരാം. എനിക്കിതുപോലെ വലിയ ബോർഡറുള്ള സിൽക്ക് സാരീസ് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ബോർഡറിനേക്കാളും വലിയ ബോർഡറുള്ളത്. ഞാനിനിയിപ്പോൾ നാളെ മഹേഷിൻ്റെ റിസപ്ഷന് വാങ്ങിച്ച സാരിക്കും വലിയ ബോർഡർ ഉണ്ട്. പിങ്ക് സാരി ഇല്ലേ, എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടില്ലേ, ആ സാരിക്കും വലിയ ബോർഡറുള്ള സാരിയാണ്. നമുക്ക് ഈ സാരി ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇതാണ് കേട്ടോ സാരി. ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതുകൊണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു 2 ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സാരി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ കാരണം. ഇങ്ങനെയുള്ള സാരി ഓപ്പൺ ചെയ്യുന്നത് ഈസിയാണ്, പക്ഷേ തിരിച്ച് അതുപോലെ മടക്കി വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഒരു ടാസ്ക്കാണ്. പക്ഷെ കുഴപ്പമില്ല, ഇതൊക്കെ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എനിക്കിതൊന്നും മടക്കി വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. സാധാരണ ഡ്രസ്സൊക്കെ അലക്കിയതൊക്കെ വന്ന് മടക്കി വെക്കാനാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. സാരിയൊക്കെ മടക്കി വെക്കാൻ ഇഷ്ടമാണ്. എനിക്കുണ്ടല്ലോ സാരി ഉടുക്കുമ്പം വല്ലാത്ത കോൺഫിഡൻസ് ആണ് കേട്ടോ. എന്താണെന്നറിയില്ല. എൻ്റെ അടുത്ത് എല്ലാവരും പറയും സാരി ഉടുക്കണ്ട, കുർത്തയൊക്കെ ഇട്ടാൽ മതി, അപ്പോൾ കുറച്ചുകൂടെ യങ് ആയിട്ടൊക്കെ കാണില്ല, എന്തിനാ സാരി ഉടുക്കുന്നതെന്നൊക്കെ ചോദിക്കും. അച്ഛനൊന്നും പറയില്ല കേട്ടോ. വീട്ടിൽ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും സാരി ഉടുക്കണ്ട, എന്തിനാ എല്ലാത്തിനും സാരി ഉടുക്കുന്നതെന്ന്. ഇവിടെയും ഇടയ്ക്കൊക്കെ പറയും കേട്ടോ, ഇവിടുത്തെ അമ്മയൊക്കെ പറയും സാരി ഉടുക്കണ്ട. പിന്നെ എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്ക് സാരി ഉടുത്തിട്ട് അങ്ങനെ എന്ത് പണി ചെയ്യാനും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ എല്ലാ ഫങ്ഷൻസിലും സാരി പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സാരി വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ്, നമ്മളൊരു 5000 രൂപ കൊടുത്തിട്ടൊക്കെ ഒരു സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സാരി നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും യൂസ് ചെയ്യാം. പക്ഷെ ഒരു 5000-നൊക്കെ ഉള്ളൊരു ഹെവി സൽവാറും അത് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ സാരി പ്രിഫർ ചെയ്യുന്നത്. സാരി ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിക്കും. ഇതായിരുന്നു കേട്ടോ എൻ്റെ. പിന്നെ ഈ സാരി എനിക്ക് ഇവിടെ എൻ്റെ നാത്തൂൻ ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. അവൾ എല്ലാവർക്കും സാരിയൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വിചാരിച്ച എല്ലാ സാരികളും കാണാം കേട്ടോ. ഇതിൽ ഒരു 90% സാരികളും കോട്ടൺ സാരികളാണ്. വലിയ റേറ്റിൻ്റെ സാരി ഒന്നുമല്ല കേട്ടോ. എല്ലാം ലെസ് ദാൻ 2000-ൻ്റെ അകത്തുള്ള സാരികളാണ്. ആദ്യം കാണിക്കുന്ന സാരി കണ്ടോ, ഇതൊരു കോട്ടൺ സാരിയാണ്. ഇതിന് 1200 അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മെറ്റീരിയൽ വെച്ച് ഇതിൻ്റെ സെയിം മെറ്റീരിയൽ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനൊരു മൾട്ടി കളറുള്ള ഇതുപോലത്തെ ഒരു ബ്ലൗസ് പീസ് വാങ്ങിച്ചിട്ട് അതാണ് ഞാൻ ഇതിന് സ്റ്റൈൽ ചെയ്തത്. അപ്പോൾ ഇതിനൊരു ഫുൾ സ്ലീവ് അടിച്ചു കേട്ടോ ഞാൻ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടിന് എനിക്ക് ഇത്രയും ഫുൾ സ്ലീവുള്ള ബ്ലൗസ് ഒന്നാമത് ഇടാൻ അത്ര ഇഷ്ടമില്ല. അടിച്ചു പോയി. ഇതുവരെ അങ്ങനെ ഒരു ഫുൾ സ്ലീവ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരിതിൽ ഞാൻ അടിച്ചൊരു ബ്ലൗസാണ്. പിന്നെ ഈ ഒരു സാരിയും ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു പയ്യനൊരു പ്രാവശ്യം കൺമണി ജനിച്ച സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഞാനും അശ്വിനും കണ്ണിന് കുറച്ചൊരു മെമ്മറീസ് പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു 9 months എന്തോ ഉണ്ടായപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഞാനൊരു ഡ്രസ് ചേഞ്ച്, എനിക്ക് 2-3 ഡ്രസ് ചേഞ്ചിൽ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും സാരിയിൽ എനിക്ക് വേറെ സാരി അന്ന് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം ഈ ഒരു സാരി അന്ന് ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ സാരിയിൽ അന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഇതിലുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇതാണ് സാരി. ഇതതിൻ്റെ പല്ലുവാണ്. എനിക്ക് ഇതുപോലത്തെ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ചുകൂടി എനിക്ക് ഇതുപോലത്തെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതാണ് സാരി. ഈ സാരി എനിക്ക് ഇവിടെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഇവർ വാങ്ങിച്ചു തന്ന സാരിയാണ് കേട്ടോ. ഫസ്റ്റ് നമുക്കിവിടെ ഇവരൊരു 5-6 സാരി നമുക്കിങ്ങനെ വാങ്ങിച്ചു തരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ
എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു സാരിയാണ് ഇത്. ഇവിടെ നമ്മൾ ചണ്ടബാസപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഷോപ്പില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു 1200 അങ്ങനെയൊക്കെയുള്ള റേഞ്ച്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്നൊക്കെ എനിക്ക് കമൻറ്റിൽ പറയണേ. ഇനി അടുത്ത സാരി, ഇതും ഇവിടുത്തെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. ഈ സാരിയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് 3 months, അത് ഇവരുടെ കാസ്റ്റിലുള്ളതാണോ അതോ ഇനി കർണാടകയിൽ മൊത്തത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരുടെ കാസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 months ആവുന്നത് വരെ നമുക്ക് പുഴ കടക്കാൻ പാടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എവിടെയും പോകാൻ പാടില്ല ഫസ്റ്റ് 3 months. അപ്പോൾ കൂടുതലും നമ്മളിപ്പോൾ ബ്രിഡ്ജൊക്കെ വരില്ലേ, ഇപ്പോൾ ഞാനിപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പം ബ്രിഡ്ജൊക്കെ ഒരുപാട് ബ്രിഡ്ജ് വരില്ലേ, അപ്പോൾ അവർ പറയും ആ ഒരു 3 months ഞാൻ എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ കാരണം അവർ പറയുന്നത് പുഴയൊന്നും കടന്നിട്ട് പോകാൻ പാടില്ല എന്നാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് എവിടെയെങ്കിലും 3 months കഴിഞ്ഞിട്ട് പോകാമല്ലോ. ആ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് നമുക്കൊരു സാരി അവർ തരും, ഒരു പുതിയ സാരി. എന്നിട്ട് ആ സാരി ഉടുത്തിട്ട് വേണം അവർ നമുക്ക് ഫ്രൂട്ട്സും, ഇവിടെ പറയും അതിനൊരു ഉടി എന്നാണ് പറയുക അവർ ഇവിടെ കർണാടകയിൽ. അപ്പോൾ അതിനകത്ത് ഫ്രൂട്ട്സ് ഉണ്ടാവും, പിന്നെ തേങ്ങ ഉണ്ടാവും, അതുപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മളെ മടിയിൽ തരും. അതുപോലെ തന്നെ കയ്യിൽ നിറയെ വളയൊക്കെ ഇട്ട് തരും. അതൊരു ചെറിയൊരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ അത് വലിയ ആൾക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് ഇവിടുത്തെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയ സാരിയാണ് കേട്ടോ ഇത്. ഇതും ഞാൻ അതിനുശേഷം ഇതുവരെ ഉടുത്തിട്ടില്ല, ഒറ്റ പ്രാവശ്യം ഉടുത്തതേ ഉള്ളൂ. ഇതും നല്ലൊരു കോട്ടൺ സാരി തന്നെയാണ്. ഇതിൻ്റെ പല്ലു കാണിച്ചു തരാം. പല്ലു ഇവിടെ സാധാരണ, അതായത് ഇത് ഒത്തിരി പറയാൻ മാത്രം വലിയ സാരിയൊന്നും അല്ല, ഇത് കണ്ടോ. പക്ഷെ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് പല്ലു, കണ്ടോ. ഇതാണ് ആ സാരി. ഇതിൻ്റെ ബ്ലൗസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ബ്ലൗസ് അന്ന് ഡെലിവറീൻ്റെ ടൈം, പ്രഗ്നൻസിൻ്റെ ടൈം ആയതുകൊണ്ട് ഭയങ്കര ലൂസായിട്ടാണ് കേട്ടോ ഇത് അടിച്ച് കിട്ടിയത്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഭയങ്കര ലൂസാണത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ശേഷം എനിക്ക് ഈ സാരി ഇതുവരെ ഉടുക്കാൻ പറ്റിയിട്ടില്ല. അത്രയും ലൂസായിട്ട് അടിച്ചതുകൊണ്ട് ഞാൻ ഇതുവരെ അത് ഉടുത്തിട്ടില്ല ഈ സാരി. ഇനിയിപ്പോൾ അത് എവിടെയെങ്കിലും ടൈറ്റ് വെച്ചിട്ട് വേണം ഇത് ഏതെങ്കിലുമൊക്കെ മഹേഷിൻ്റെ വീട്ടിൽ കല്യാണ സമയത്തൊക്കെ പൂജകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഏതെങ്കിലും ഒരു പൂജയ്ക്ക് കൊടുക്കുക. ഇപ്പം നിങ്ങളിതൊക്കെ എടുത്ത് കാണിക്കുമ്പോഴാണ് ഓരോ സാരിയോ ഈ സാരി കൊടുക്കാമല്ലോ, ഈ സാരിയൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ എനിക്ക് അറിയുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ അടുത്ത സാരി ഇത് എൻ്റെ സാരി അല്ല, ഇത് ഇവിടുത്തെ അമ്മയുടെ ഒരു പഴയ സാരിയാണ് കേട്ടോ. ഞാനിതിനൊരു പിങ്ക് ബ്ലൗസാണ് ഞാൻ ഇതിന് മാച്ച് ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ ഇത് ഉപയോഗിക്കാതെ വെച്ചിരുന്നതായിരുന്നേ, പഴയ സാരിയാന്ന് പറഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനിത് അവിടെ നിന്ന് മോഷ്ടിച്ചതല്ല കേട്ടോ, ചോദിച്ചിട്ട് എടുത്തിട്ട് വന്നതാണ്. കണ്ടോ ഇതാ, ഇതുണ്ടല്ലോ ഈ സാരി എടുത്ത് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. അതായത് കോട്ടൺ ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് എത്ര ചൂടുള്ള സമയത്ത് ഉടുത്താലും നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അതെനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. പക്ഷേ ചില സാരികൾ ഉണ്ടാവില്ലേ, പിന്നെ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ വലിയ തടിയൊന്നും കാണാത്ത ഒരു മെറ്റീരിയലായത്. കോട്ടനാണ്, പക്ഷേ നമുക്കങ്ങനെ തടി കാണില്ല. ഇതിന് ഈ ഒരു പിങ്ക് കളറാണ് ഞാനിതിന് മാച്ച് ചെയ്തത്. അടുത്ത സാരി ഇതാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ കല്യാണിന്ന് വാങ്ങിച്ചതാണേ. ഇതിൻ്റെ ബ്ലൗസ്, ഇതും എനിക്ക് കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഞാൻ അയൺ ചെയ്യാൻ കൊടുത്തിട്ട് അതുപോലെ പേപ്പർ ഉണ്ടോ, എനിക്ക് കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ വാങ്ങിച്ചൊരു സാരി അത്. നല്ല ഭംഗിയില്ല. ഇതും ഞാൻ ഒറ്റ പ്രാവശ്യം ഉടുത്തിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് ഉടുക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മൈസൂർ പോയിട്ടുണ്ടായിരുന്നു, ചാമുണ്ഡി ടെമ്പിളിൽ. ആ ഒരു സമയത്ത് ഉടുത്തത്. ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇതിന് 1000 rupees മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് 1000 rupees ആണ്. ഞാൻ എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തപ്പോഴും, ഞാൻ നാട്ടിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്തത്, പയ്യന്നൂർ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചേ. ഞാൻ പറഞ്ഞു കല്യാണം. അപ്പോൾ അവർക്ക് കല്യാണം എന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. അത്രയും നല്ല സാരി, ഈ കളർ കോമ്പിനേഷനൊക്കെ കിട്ടുമെന്നൊക്കെ അവർ ചോദിച്ചു എൻ്റെ അടുത്ത്. അവർ ചോദിച്ചു ഞാനിവിടെ കർണാടകയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ അല്ല, ഇത് നാട്ടിൽ കല്യാണം എന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു 1000 rupees അല്ലെ 1200 അങ്ങനെയാണ് റേറ്റ്.
നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. അടുത്തത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഡിഗോ കളറിലുള്ള സാരി. ഇതൊരു ഭയങ്കര ട്രെൻഡല്ലേ, അപ്പം ഞാൻ ആ ഒരു ട്രെൻഡ് പോകുന്നതിന് മുന്നേ ഞാനും ഒന്ന് വാങ്ങിച്ചതാണ്. ഇതിന് എനിക്ക് തോന്നുന്നു 2000 അടുത്ത് റേറ്റ് ഉണ്ടായിരുന്നു. ഇതും കല്യാണിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് ഞാനൊരു വൈറ്റ് ബ്ലൗസാണ് കേട്ടോ. ഈ ബ്ലൗസ് ഞാനിങ്ങനെ പഫ് സ്ലീവ്സ് ഒക്കെ വെച്ചിട്ട് അടിച്ചതാണ്. പക്ഷേ ഭയങ്കര തടി കാണും, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാറില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സാരി ഒറ്റ പ്രാവശ്യം ഉടുത്തിട്ടുള്ളൂ, അതിനുശേഷം ഞാൻ ഉടുത്തിട്ടുമില്ല. ഇനിയിപ്പം വേറൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം അത് ഉടുക്കാൻ വേണ്ടി. കാരണം ആ ബ്ലൗസ് ഉടുക്കുമ്പോൾ ആ ഒരു പഫ് സ്ലീവ്സ് എനിക്ക് ഭംഗിയില്ല എന്ന് പോലെ എനിക്ക് തോന്നുന്നു. ഇത് കാണുമ്പം ഇവിടെ എല്ലാവരും പറയും ഇത് ബെഡ്ഷീറ്റ് പോലെ ഉണ്ടെന്ന്. കാരണം ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ഇതൊരു ആ ഒരു ട്രെൻഡ് നോക്കിയപ്പോഴേക്കും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സാരി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ഇത് ഞാൻ കല്യാണിന്ന് വാങ്ങിച്ചതാണ് പയ്യന്നൂർ. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. 2800 3000 അടുത്തടുത്ത് റേറ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു പ്യുവർ ഒരു ലിനൻ മെറ്റീരിയലാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇത് ഉടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, കുക്കിംഗ് ചെയ്യാം, എന്തും ചെയ്യാം, വീട് ക്ലീൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കണ്ടോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെപ്പോലത്തെ അതായത് നമ്മളെപ്പോലെ എന്നല്ല, എൻ്റെ ഒരു ഏജിലുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ സാരികളൊക്കെയാണ് കുറച്ചുകൂടി ട്രെൻഡ്. പക്ഷെ സാധാരണ വിചാരിക്കും ഇതൊക്കെ കുറച്ചുകൂടി ആൻറ്റി സ്റ്റൈലാണെന്ന്. അല്ല, നമ്മളും ആൻറ്റി ആയിട്ടില്ല, എന്നാലും ആ ഒരു കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ളവർ ഉടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ സ്കിപ്പ് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ കളേഴ്സൊക്കെ, പക്ഷേ അങ്ങനെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. നമ്മളോട് എല്ലാവരും പറയും നിങ്ങൾ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് എടുക്കുന്നു, അതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ മെറ്റീരിയലും ഇതുപോലത്തെ ഒരു കളേഴ്സൊക്കെ നമുക്ക് നല്ല ഭംഗിയുണ്ടാവും, നമ്മൾ നല്ല എലഗൻ്റ് ആയിട്ടൊക്കെ കാണും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ ജനറേഷൻ അവർക്ക് അറിയില്ല. അവർ വിചാരിക്കും ഇതൊക്കെ അവരുടെ ഏജ് അവർ ഉടുക്കേണ്ടതാണെന്ന്. അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏജുള്ളവർ ഉടുക്കേണ്ടതാണ്. അവർ കുറച്ചുകൂടെ ഡാർക്ക് കൊടുത്തോട്ടെ, കുഴപ്പമില്ല, അവർക്കൊക്കെ ഡാർക്ക് കൊടുക്കാം. നമുക്ക് ഇതുപോലത്തെ ഞാൻ ഇതിൻ്റെ ബ്ലൗസ് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു ബ്ലൗസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാനുണ്ടല്ലോ 2 മെറ്റീരിയൽ വാങ്ങിച്ചു ബ്ലൗസ് പീസിൻ്റെ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഇതിനെ സ്റ്റൈൽ ചെയ്തു. അതായത് ഇതൊരു പ്ലെയിൻ ബ്ലൂ വാങ്ങിച്ചു, നേവി ബ്ലൂ. പിന്നെ ഇതൊരു പ്രിൻറ്റഡ് വേറെ കുറച്ച് സ്ലീവ്സിനും പിന്നെ ഇവിടെ നെക്ക് പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വാങ്ങിച്ചതാണ്. എന്നിട്ട് അതിനെ ഞാൻ ഇതുപോലെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ അതേ ഡിസൈനിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നതാണ്. കണ്ടു, എനിക്ക് കുക്കിംഗ് മാത്രമല്ല, എനിക്ക് കുറച്ച് ഇതുപോലത്തെ ഐഡിയാസൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറയാം. ഇനി അടുത്തൊരു സാരി ഞാനൊരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചു എന്നേ ഉള്ളൂ, പക്ഷെ ഇതുവരെ ഉടുത്തിട്ടില്ല. കണ്ടോ, ഇത് നമ്മുടെ ബുദ്ധ. ഇതിനെ ഞാൻ വേറെ ബ്ലൗസ് ഒന്നും സ്റ്റിച്ച് ചെയ്തില്ല. ഒരു ബ്ലാക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, കുറച്ചിങ്ങനെ തിളങ്ങുന്നൊരു ബ്ലാക്ക്. ഇതാണ് സാരി. പക്ഷെ ഇത് ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സാരിക്കുണ്ടല്ലോ 400 രൂപയുള്ളൂ. 400 രൂപയുടെ സാരിയാണ്. 400 രൂപയുടെ കാര്യമല്ല, ഇത് വാങ്ങിച്ചത് വലിയൊരു അബദ്ധമായി എന്ന് എനിക്ക് പിന്നെ തോന്നി. കാരണം ഇത് വളരെ പഴയ മോഡലായി പോയോന്ന്. ആ ഒരു സമയത്ത് ഇതൊക്കെ ഒരു ട്രെൻഡായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ഒരു ട്രെൻഡൊക്കെ പോയിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു റേഞ്ചിലൊക്കെ ഇങ്ങനത്തെ ഒരു സാരിയൊക്കെ ആണെങ്കിലും ഡെയിലി ഓഫീസിൽ പോകുന്നവരൊക്കെ ഉണ്ടാവില്ലേ, സാരി കൊടുത്തിട്ട് പോകേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സാരിയൊക്കെ ആണെങ്കിലും നല്ലതാണ്. പക്ഷെ എനിക്ക് അതുപോലത്തെ ഒക്കേഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അത് ഉടുക്കാത്തതും ഒരു കാരണം. ഇനി അടുത്തൊരു സാരി. ഈ ഒരു സാരി ഇതിനും 1000 രൂപ എന്താണ്. ഞാനിവിടെ ചെന്നബാസപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ സാരിയും അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഇതിന് ഞാനുണ്ടല്ലോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തില്ല. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്രോപ്പ് ടോപ്പ് വാങ്ങിച്ചു മിന്ത്രയിൽ. ഒരു ഹൈ നെക്കുള്ള ഒരു ക്രോപ്പ് ടോപ്പ് വാങ്ങിച്ചു. ഫുൾ സ്ലീവ് ഉണ്ടായിരുന്നു, ഫുൾ സ്ലീവും ഹൈ നെക്കും ക്രോപ്പ് ടോപ്പ് ബ്ലാക്ക്, ഒരു ബനിയൻ മെറ്റീരിയൽ. എന്നിട്ട് അതാണ് ഞാൻ ഈ സാരീൻ്റെ കൂടെ ഉടുക്കുക. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അതിന് നന്നായിട്ട് മാച്ചാവും. ഇതുപോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആണെങ്കിൽ ആ ബ്രൗൺ ആൻഡ് ബ്ലാക്ക് നല്ല മാച്ച് ആവുന്നുണ്ട്. ഞാൻ ആ ക്രോപ്പ് ടോപ്പ് കുറച്ച് തപ്പി, അത് എൻ്റെ വാർഡ്രോബിനകത്ത് എവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ. ഇതാണ്. അതിലൊന്നും എനിക്ക് ഫോട്ടോ ഇല്ല കേട്ടോ, കാരണം ഞാൻ ആകെപ്പാട് ഒരു പ്രാവശ്യം മാത്രമേ ഈ സാരി ഉടുത്തിട്ടുള്ളൂ.
ഞാൻ ഏതൊരു കുഞ്ഞു ഫംഗ്ഷന് പോയപ്പോൾ ഇത് ഉടുത്തു, പക്ഷേ അന്ന് എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ സാരിയിൽ എൻ്റെ ഫോട്ടോ ഇല്ല കേട്ടോ. പിന്നെ ആ ബുദ്ധ പ്രിൻ്റുള്ള സാരിയിലും ഫോട്ടോ ഇല്ല, കാരണം അതും ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. ഈ സാരി എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരിയാണ് കേട്ടോ. ഈ സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു ലിനൻ മെറ്റീരിയലാണ്. ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. നമ്മളിത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും 1500 ഉള്ളൂ റേറ്റ്. ഞാനിവിടെ ദാവൺഗിരിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഈ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതുപോലത്തെ ഒരു കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതിൻ്റെയും ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഞാൻ ഇതിനും ഒരു എക്സ്ട്രാ മെറ്റീരിയൽ വാങ്ങിച്ചു. ഇതുപോലെ ഒരു കളർഫുൾ ഒരു ഫ്ലോറൽ ഉള്ളത് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഇതാണ് ഇതിന് കൊടുക്കാറ്. ഇതെന്താണെന്നറിയോ സാരി? ഇത് ഞാൻ എന്നിട്ട് വേണ്ടടുത്ത് പോയപ്പോൾ ബാലരാമപുരം പോയില്ലേ, ബാലരാമപുരം പോയപ്പോൾ ഞാൻ അവിടുന്ന് 3 സാരി വാങ്ങിച്ചു. ഒന്ന് ഇവിടുത്തെ അമ്മയ്ക്കും, ഒന്ന് എൻ്റെ അമ്മയ്ക്കും, ഒന്ന് എനിക്കും. അതായത് അവർക്ക് 2 പേർക്കും വാങ്ങിച്ച സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അതിൽ 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എനിക്കും കൂടെ അവിടുത്തെ ഒരു മെമ്മറിക്ക് വേണ്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇത് അവർക്ക് വാങ്ങിച്ചത് കുറച്ചുകൂടി ഗോൾഡൻ ഷെയ്ഡാണ്. ഇതിനൊരു യെല്ലോയിഷ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് കുറച്ചുകൂടെ യെല്ലോയിഷാണ്. അവർക്ക് വാങ്ങിച്ചത് ഒരു ഗോൾഡൻ ആയിരുന്നു. അപ്പം അതിൽ ഒരു സാരി ഇവിടുത്തെ അമ്മയ്ക്ക് കൊടുത്ത സാരി എൻ്റെ സിസ്റ്റർ എടുത്തിട്ട് പോയിട്ടോ. അവൾ പറഞ്ഞു അമ്മ അങ്ങനത്തെ സാരി ഒന്നും എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അമ്മയ്ക്ക് വെറുതെ ഒരു ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. അത് അവൾ കൊണ്ടുപോയി. ഉണ്ടോ, ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച സാരി. ഇതിനിപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും എനിക്ക് കൊടുക്കാം. ഞാൻ അതിന് ഈ ഒരു ബ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇതൊക്കെ കൊടുക്കാമല്ലോ. മാച്ചാവില്ലേ? ഇനിയൊരു സാരി ഇതാണ് കേട്ടോ. ഈ ഒരു സാരി എനിക്കിവിടെ അമ്മയുടെ ഇളയ സിസ്റ്റർ ബാംഗ്ലൂരുള്ള ഗൗരമ്മ ഗിഫ്റ്റ് ചെയ്തൊരു സാരിയാണ്. ഇതുപോലെ ത്രെഡ് വർക്കൊക്കെ ഉണ്ട്. ഇതും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് ഉടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതാണ് ബ്ലൗസ്. ഞാൻ ഇതിന് വേറെ ബ്ലൗസ് ഒന്നും നോക്കിയില്ല, സെയിം ബ്ലൗസ് തന്നെ മാച്ച് ചെയ്തു. ഇതും കോട്ടനാണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. നമുക്കിങ്ങനെ ചൂടൊന്നും എടുക്കാത്ത ഒരു മെറ്റീരിയൽ അതാ. അതിൻ്റെ പല്ലുവിൽ മൊത്തം വർക്ക് ഉണ്ട്, കണ്ടോ, നല്ല വർക്കുള്ള സാരിയാണ്. നമുക്ക് ആദ്യം എനിക്ക് തോന്നി ഇത് ഭയങ്കര സിമ്പിളാണല്ലോ എന്ന് തോന്നി. പക്ഷെ ഓപ്പൺ ചെയ്ത് കണ്ടോ, ഇതിൻ്റെ വർക്കൊക്കെ കാണുമ്പം കൊള്ളാം. ഇതാണ് ഒരു സാരി. ഇതൊരു സാരി കേട്ടോ. ഇത് ഞാൻ ഇവിടെ ദാവൺഗിരിയിൽ നിന്ന് വാങ്ങിച്ചതാണേ. എൻ്റെ ബ്ലൗസ് ഞാൻ ഇത് വെച്ചിട്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്വിൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ഫംഗ്ഷന് പോയപ്പം ഞാൻ ഈ സാരി കൊടുത്തു. പിന്നെ ഞാൻ സോനുവിൻ്റെ കല്യാണത്തിന് വെൽക്കം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതായത് നമ്മൾ പയ്യനെയും ഫാമിലീനൊക്കെ വെൽക്കം ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. ആ ഒരു സമയത്തും ഞാൻ ഈ ഒരു സാരി കൊടുത്തത് കണ്ടോ. ഇതിൻ്റെ പല്ലു ഭയങ്കര ഗ്രാൻഡാണ്. പിന്നെ ഞാൻ ഇവിടെ സാരികൾക്കൊക്കെ പല്ലുവിൽ കണ്ടോ ഇതുപോലെ വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അതാ ഇതുപോലെ. അപ്പം സാരി കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് കാണും. ഞാൻ സാധാരണ കോട്ടൺ സാരിക്കൊന്നും വെക്കാറില്ല. ഇത് പ്യുവർ കോട്ടൺ അല്ല കേട്ടോ. ഇതൊരു സെമി സിൽക്ക് പോലത്തെ ഒരു സംഭവമാണ്. കുറച്ചുകൂടി പ്യുവർ സിൽക്ക് അല്ല കേട്ടോ, ഒരു സെമി സിൽക്കും ആയിരിക്കില്ല. ഇതൊരു അത്ര ഒറിജിനൽ സംഭവമൊന്നും അല്ല. പക്ഷെ എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷനും പിന്നെ സാരി നല്ല ഗ്രാൻഡും കൂടെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിന് എത്രയായിരുന്നു? 1800 അങ്ങനെ എന്തോ ഒരു റേഞ്ചായിരുന്നു. പക്ഷേ ഇവിടെ ദാവൺഗിരിയിൽ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. കാരണം സെയിം മെറ്റീരിയൽ സാരി ഇവിടുത്തെ അമ്മ മൈസൂർ വാങ്ങിച്ചപ്പോൾ 2500 2800 1000 രൂപയുടെ ഡിഫറൻസിനടുത്തുണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് നോക്കിയത്, സെയിം മെറ്റീരിയൽ ആയിരുന്നു, കളർ മാത്രമേ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പം ഇതുപോലത്തെ സാരി മതിയല്ലോ. ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ തന്നെ ആർക്കും റേറ്റ് ഒന്നും മനസ്സിലാവില്ല എന്ന്. ഇതൊക്കെ നമ്മൾ ഉടുത്തിട്ട് പോകുമ്പോൾ ആൾക്കാർ ഒരു 5000-നെങ്കിലും ഒരു പകിട്ട് കാണും. പക്ഷെ 5000 ഒന്നും ഇല്ല കേട്ടോ, 1800 രൂപയും. ഞാൻ ചിലപ്പോൾ ഉണ്ടല്ലോ ഇതുപോലത്തെ സാരികളൊക്കെ വാങ്ങിക്കും. എന്താ റീസൺ എന്നറിയോ? ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി നോക്കി ഞാൻ വാങ്ങിക്കുന്നില്ല. ഇതിന് പുറത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പകിട്ട് തോന്നിക്കുന്ന ഒരു സാരിയാണ്.
അതായത് ഒരു 5,000 4,000 5,000 റേഞ്ച് എന്തായാലും പറയുന്ന സാരികളാണ് കണ്ടാൽ. പക്ഷേ ഇതിന് 1,800 രൂപയുള്ളൂ. അപ്പം എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പം ഞാൻ എന്നെ നന്നായിട്ട് ക്യാരി ചെയ്യാൻ വിചാരിക്കും. അതായത് നല്ല നല്ല സാരി കൊടുക്കണം, സിൽക്ക് സാരി കൊടുക്കണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ചില ഇപ്പം ചില ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ചില ഫ്രണ്ട്സ് അല്ലെങ്കിൽ അശ്വിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ പിന്നെ അത്രയും വലിയ വലിയ സാരി ഒന്നും എടുത്തിട്ട് പോകണ്ടെന്ന് ഞാൻ വിചാരിക്കും. അതൊക്കെ എടുത്തിട്ട് പോയാൽ നാശമായി പോവും. അപ്പം ഇതുപോലത്തെ സാരി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ കാണാനും നല്ല ലുക്കും നല്ല പകിട്ടും ഉണ്ടാവും. പക്ഷെ അധികം നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു ഇതിൽ വാങ്ങിച്ചൊരു സാരിയാണ് കേട്ടോ ഇത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതേ സാരിയുടെ കൂടെ വാങ്ങിച്ച വേറൊരു സാരി. ഇതൊരു സാധാരണ കോട്ടൺ സാരിയാണ്. അതും പ്യുവർ കോട്ടൺ എല്ലാം തോന്നുന്നു, കാരണം ഇത് കുറച്ചുകൂടെ ഒഴുകി നിൽക്കുന്ന പക്ഷേ കംഫർട്ടബിൾ ആണ് കേട്ടോ. കണ്ടോ, ഞാനിതൊക്കെ കൊടുത്തിട്ട് കുറേ നാളായി. കാരണം ഞാൻ എവിടെയും ഇങ്ങനത്തെ സാരി കൊടുത്തിട്ട് എനിക്ക് എവിടെയും പോകാനുള്ളൊരു അവസരങ്ങൾ കിട്ടുന്നില്ല. ഇതാണ് ആ സാരി. ഇവിടെ എല്ലാവരും പറയും സ്വാതിക്ക് പ്രാന്താണ്, സാരി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒന്നും എടുക്കാതെ വരില്ല കേട്ടോ. ഞാനിവിടെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ സാരി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ വാങ്ങിക്കോ ഇല്ലയോ, ഞാൻ എന്തായാലും ഒരു സാരി വാങ്ങിച്ചിട്ട് വരും. അറ്റ്ലീസ്റ്റ് ഇതുപോലത്തെ സാരി ഇതിന് എനിക്കൊന്നു 800 900 അങ്ങനെ എന്തോ ആണ് കേട്ടോ. പക്ഷെ കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ബോർഡറൊക്കെ വരുമ്പോഴേക്കും എനിക്ക് ഈ സാരിക്ക് ഭയങ്കര ലുക്കുള്ളതുപോലെയാണ്. പിന്നെ ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, റെഡ്. കണ്ടോ, ബ്ലൗസിനും കണ്ടോ സ്ലീവ്സിനൊക്കെ ഈ ബോർഡർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു റിച്ച് ലുക്കല്ലേ. അപ്പം എനിക്കാണെങ്കിൽ സാരിയോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. ഞാനിങ്ങനെ സാരിയൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ റേറ്റിൻ്റെ സാരികളും നോക്കും, എന്നിട്ട് പൈസ ഉണ്ടെങ്കിൽ വലിയ റേറ്റിൻ്റെ സാരികൾ നോക്കും. പൈസയും വേണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഒക്കേഷനും വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വലിയ വലിയ സാരിയൊക്കെ വാങ്ങിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഏരിയയിലൊക്കെ പോകും, കോട്ടൺ സാരികൾ അല്ലെങ്കിൽ ലിനൻ അതുപോലത്തെ സാരി സെക്ഷനിൽ പോകും. എന്നിട്ട് ഞാൻ അവിടെ എനിക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. ഞാൻ സാരി ഷോപ്പിൽ പോയിട്ട് എനിക്ക് ഒന്നും ഇഷ്ടമാവാതെ വാങ്ങിക്കാതെ വന്ന ചരിത്രം വളരെ കുറവാണ്. ഞാനൊരു പ്രാവശ്യം ഇവിടുത്തെ അമ്മയുടെ വാർഡ്രോബ് കാണിച്ചു തരാം കേട്ടോ. വാർഡ്രോബല്ല, അമ്മയുടെ കുറച്ച് സാരി കളക്ഷൻസൊക്കെ, അതിൽ എൻ്റെ ഫേവറേറ്റ് സാരികൾ ഞാൻ കാണിച്ചു തരാം. അമ്മ ഇവിടെ ഇല്ല, അപ്പോൾ അമ്മ വന്നിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയും, ഞാൻ ഇത്രയും വർഷം 10-15 വർഷം കൊണ്ട് ഉണ്ടാക്കിയ സാരികളാണ്, നീ ഇപ്പോൾ ഇനി ഒരു 5 വർഷത്തിൽ തന്നെ നിൻ്റെ വാർഡ്രോബ് നിറയ്ക്കുന്നു പറയും. കാരണം എനിക്കതൊരു വല്ലാത്ത ക്രേസാണ്. ഇത് എൻ്റെ വല്ലാണ്ട് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും ഞാൻ നാട്ടിൽ പയ്യന്നൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനും 1000 രൂപയുള്ളൂ സാരിക്ക്. പക്ഷേ ഭയങ്കര ലുക്കുള്ളൊരു സാരിയാണ് കേട്ടോ. ഭയങ്കര എലഗൻറ്റ് ലുക്കാണ് ഈ സാരിക്ക്. ഇത് ഞാൻ എപ്പോഴാണ് കൊടുത്തേ, ഇതിൻ്റെ ഫോട്ടോ ഇല്ലയെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ കോട്ടയത്ത് പോയില്ല ഒരു പ്രാവശ്യം, അതായത് 2023 ഡിസംബറിൽ ഞങ്ങൾ കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു. കോട്ടയത്ത് പോയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ കൺമണീൻ്റെ ചോറൂണുണ്ടായിരുന്നു ഇവിടെ ഗുരുവായൂർ. അപ്പോൾ അത് 24 സ്റ്റാർട്ടിങ് ജനുവരിയിലായിരുന്നു. നമ്മൾ 2 ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഗുരുവായൂർ പോയപ്പോൾ ഈ സാരിയാണ് ഉടുത്തത്. അന്നത്തെ ആ ഒരു വ്ളോഗിൽ ഞാൻ ഈ സാരി ഉടുത്തതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വ്ളോഗ് കുറച്ച് പഴയ വ്ളോഗാണ്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് ഈ സാരി അറിയുന്നുണ്ടാവും, അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചതാണേ. പിന്നെ ഇതിൻ്റെ ബ്ലൗസും വന്നിട്ട് സെയിം ബ്ലൗസാണേ, സെയിം ബ്ലൗസിൽ ബോർഡറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സാരിക്ക് കണ്ടോ, പല്ലുവിൽ വേറൊരു ഈ ബോർഡറിൻ്റെ ഈ വർക്കിൻ്റെ അതേ പല്ലുവിൽ ഇതുണ്ടല്ലോ, ഈ ഒരു എന്താ പറയുക ഡിസൈൻ, ഈ ഡിസൈൻ്റെ സെയിം കളറ് ഇവിടെ പല്ലുവിൽ വരുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ സാരി വാങ്ങിക്കാൻ കാരണം. പിന്നെ ഈ കളറാണ് എന്നെ ഏറ്റവും ഫസ്റ്റ് അട്രാക്റ്റ് ചെയ്തത്. പിന്നെ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റി നോക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഈ സാരി വാങ്ങിക്കില്ലായിരിക്കും. കാരണം അത്ര പറയാൻ മാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നില്ല. ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളെന്തായാലും റെഫ്യൂസ് ചെയ്യുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും ഒന്ന് എടുത്തു അപ്പം തന്നെ വന്നു അതിനെ ഒന്നെങ്കിൽ ഡ്രൈ വാഷ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തായാലും ഞാൻ അയൺ ചെയ്യാൻ കൊടുക്കാറുണ്ട്. ഡ്രൈ വാഷ് കൊടുത്തില്ലെങ്കിലും അയൺ ചെയ്യാൻ കൊടുക്കും. ഇവിടെ വീട്ടിൽ വന്നിട്ട് അയൺ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അയൺ ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഇതങ്ങനെ അയൺ ചെയ്ത് വെച്ച സാരിയാണേ. ഇതൊക്കെയാണ് എൻ്റെ സാരികൾ. കണ്ടോ, ഇതാണ് എൻ്റെ വാർഡ്രോബിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ സാരികളൊക്കെ അത്ര നീറ്റായിട്ടൊന്നും അല്ലായിരിക്കും ഞാനിതൊക്കെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കൺമണിയുടെ കുറച്ച് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ സാരികൾ. എൻ്റെ സാരി കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സാരി കളക്ഷൻസ് കൂടുതൽ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അഫോർഡബിൾ റേറ്റിലുള്ള സാരികളാണ്, ഒന്നും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരികളൊന്നും അല്ല. അപ്പോൾ അതുപോലെ ഞാൻ അമ്മയുടെ സാരികളും കാണിച്ചു കേട്ടോ. അമ്മയുടേതും കുറേ നല്ല സാരികൾ, അതായത് കുറച്ചുകൂടെ റേറ്റ് കൂടുതലുള്ള സാരികളുണ്ട്. അതുപോലെ തന്നെ പഴയ സാരികൾ, അമ്മ എടുത്തു വെച്ച സാരികളുണ്ട്. അതായത് പണ്ട് നമ്മളിങ്ങനെ ഈ സീക്വൻസ് വർക്കൊക്കെ വരുന്ന പഴയ സാരികളുണ്ടാവില്ലേ, ആ സീക്വൻസ് വർക്കിൻ്റെ സാരികളൊക്കെ അമ്മയുടെ അടുത്തുണ്ട് കേട്ടോ. അതിൽ അമ്മ വർക്ക് ചെയ്ത സാരികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അമ്മ വന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ അമ്മയുടെ പെർമിഷനോടെ വാർഡ്രോബൊക്കെ തുറന്നിട്ട് ഞാൻ ആ വീഡിയോസ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ കുർത്ത കളക്ഷൻസും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഒരു കുർത്ത ഹാളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും അതുപോലെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ എൻ്റെ കുറച്ച് വേറെ കുർത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം നിങ്ങൾ ചോദിക്കുന്ന വീഡിയോസ് ഞാൻ ചെയ്യുമ്പം എനിക്ക് കൂടുതൽ സന്തോഷമാണ്. കാരണം അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ അതെനിക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് നല്ല കൂടുതലാണ്. ഇനിയിപ്പം അടുത്ത വീഡിയോസ് വരാൻ പോകുന്നത് ഒരു കുർത്ത ഹാളിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ അമ്മയുടെ വാർഡ്രോബിൻ്റെ, അതായത് അമ്മയുടെ വാർഡ്രോബിൽ 2 തരത്തിലുള്ള അതെനിക്കൊന്ന് 2 വ്ളോഗായിട്ട് ചെയ്യേണ്ടി വരും. അമ്മയുടെ കുറച്ച് സിൽക്ക് സാരി ഒരു കളക്ഷൻസും അതുപോലെ തന്നെ പഴയ സാരി കളക്ഷൻസും, അതായത് വിൻറ്റേജ് സാരികളല്ല, പക്ഷേ അന്നത്തെ ഒരു ഫാൻസി സാരികൾ, അതിൻ്റെ കളക്ഷൻസ് അമ്മയുടെ അടുത്ത് കുറേ ഉണ്ട്. അത് കുറേയൊക്കെ സാരികൾ അമ്മ പ്ലെയിൻ സാരികൾ വാങ്ങിച്ചിട്ട് അതിൽ വർക്ക് ചെയ്ത സാരികളൊക്കെ ഉണ്ട് അമ്മ തന്നെ. അപ്പം ആ ഒരു സാരീസിൻ്റെ കളക്ഷൻസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ അമ്മയുടെ വാർഡ്രോബിൽ എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ കുറച്ച് നല്ല സാരികൾ, കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്ന സാരികൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അമ്മ ഒന്ന് വരട്ടെ. പിന്നെ എൻ്റെ കുർത്താസിൻ്റെ ഓൾറെഡി ഞാനൊരു കുറച്ച് കുർത്താസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു 10-12 വീഡിയോ കുർത്താസ്, അതായത് എൻ്റെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന അടുത്തൊരു 10-12-15 കുർത്തായിട്ട് ഞാൻ അടുത്തൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അഫോർഡബിൾ റേറ്റിലുള്ള സാരി കളക്ഷൻസ് ആയിരുന്നു. ഇന്നത്തോടെ എൻ്റെ സാരി കളക്ഷൻസൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. അതായത് അന്നത്തെ ഒരു വ്ളോഗും ഈ ഒരു വ്ളോഗിലും ഉള്ള അത്ര സാരികളെ എനിക്കുള്ളൂ. അപ്പോൾ എൻ്റെ സാരികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാരികളും അല്ലെങ്കിൽ എനിക്ക് ചേരുന്ന കളർ എന്താണെന്ന് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റിൽ പറയണം കേട്ടോ. കാരണം നിങ്ങൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇനി സാരിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പറയുന്ന കളറിന് ഞാൻ ചൂസ് ചെയ്യുമായിരിക്കും. കാരണം എനിക്ക് എപ്പോഴും അവിടെ പോകുമ്പോൾ ഒരു ഈ കളറാണോ എന്ന് എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് ചില കളറൊക്കെ ചൂസ് ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ ആ കളേഴ്സിലുള്ള സാരികളൊക്കെ അവിടെ പോയിട്ട് തപ്പിയെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.